കെപിസിസിയിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ എന്നോടൊപ്പം ചേരുന്നു. അങ്ങ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തനിച്ചുപോയി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതൊരു യാത്രയപ്പായിരുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വലിയ തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? നല്ല സമീപനം, സ്നേഹമസൃണമായ പെരുമാറ്റം. അല്ല, ഖാർഗെജിയൊക്കെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ആ സ്നേഹത്തോടെയുള്ള ഗാന്ധി എന്നെ ആശ്ലേഷിച്ചിട്ടാണ് എന്നെ വിട്ടത്. നല്ല സ്നേഹം. അല്ല, ആ ആശ്ലേഷം അങ്ങേ യാത്ര അയക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തോ ആവട്ടെ, ഞാനതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഈ ആശ്ലേഷം എന്നെ പുറത്താക്കാനാണോ ഒന്നും ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കത് പ്രശ്നവുമല്ല. അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വാട്ട് എവർ ഇറ്റ് മേ ബി ദാറ്റ് ഐ വിൽ ഒബേ. ദീപാദാസ് മുൻഷി അങ്ങേക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടഡ് ടു ഹൈക്കമാൻഡ്. അത് അങ്ങേ മാറ്റണമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും? പക്ഷേ അങ്ങയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? എന്റെ നിലപാട് എന്താണെന്ന് പാർട്ടി മാറണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും. ആ ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് 100 വട്ടം പറഞ്ഞു എനിക്ക് ചോദിക്കരുത്. പക്ഷെ അങ്ങനെ വലിയ പ്രചാരണം നടക്കുന്നതിനല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത്? ഞാൻ നിഷേധിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെ അത് അങ്ങനെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കല. ഇന്നലെ എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ ലഭിച്ച വിവരമനുസരിച്ച് ആന്റോ ആന്റണി തന്നെ കെപിസിസി അധ്യക്ഷനായി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് അദ്ദേഹം തങ്ങുകയായിരുന്നു എന്നും. അത് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പിൻവലിച്ചല്ലോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചു. അല്ല, യഥാർത്ഥത്തിൽ ആർക്കാണ് ഒരു കാര്യം കൂടെ, ആർക്കാണ് അങ്ങേ മാറ്റാൻ? എന്താണ്? ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിച്ചപ്പോ ആർക്കുമില്ല? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം? അങ്ങനെ വന്നൊരു പ്രചരണം വന്നത് നിങ്ങൾ അന്വേഷിക്കണം. മാധ്യമങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങളൊരു നല്ല മര്യാദയും അന്തസ്സുള്ളൊരു മാധ്യമമാണെങ്കിൽ ഇതിന്റെ പിറകിൽ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വസ്തുതകൾക്ക് വിരുദ്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്താ. ഓക്കെ, അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കില്ലെന്ന് കെ സുധാകരൻ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും നേതൃമാറ്റം അടഞ്ഞ അധ്യായമെന്നാണ് ഹൈക്കമാൻഡ് നൽകുന്ന സൂചന. കെ സുധാകരന് പരസ്യ പിന്തുണയുമായി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. പുതിയ അധ്യക്ഷനെന്ന ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ച സുധാകരൻ വിരുദ്ധ വിഭാഗം ഇപ്പോൾ മൌനത്തിലാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും സുധാകരൻ തൽസ്ഥാനത്ത് തുടരുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഉറച്ച പിന്തുണ കൊണ്ടാണെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം ഇടയ്ക്കിടയ്ക്ക് അധ്യക്ഷനെ മാറ്റുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പം വരുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുമെന്നും നേതാക്കളുടെ മനോവീര്യം തകർക്കുന്ന പ്രചാരണമാണിതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. നേതൃമാറ്റം വേണോ വേണ്ടേ എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അത് ഹൈക്കമാൻഡിനാണല്ലോ അതിന്റെ പരമാധികാരം. അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യം, ഒരു മാറ്റത്തിന്റെ ആവശ്യം ഇപ്പോഴും ഒരാൾ എക്സ് മാറി വൈ വരികയാണെങ്കിൽ എക്സിന്റെ അത്ര ഉള്ള മെച്ചെങ്കിലും ഉണ്ടാവണം. അത് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു. എപ്പോഴും കരുത്തന്മാര് വേണമല്ലോ പാർട്ടിയെ നയിക്കാൻ. അതേസമയം പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ഹൈക്കമാൻഡിൽ നിന്ന് നേതൃമാറ്റം സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആന്റോ ആന്റണിയും പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. എനിക്ക് യാതൊരു വിധമായ അറിയിപ്പും ഇങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്തിമമായ തീരുമാനം എടുക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരറിയിപ്പും എനിക്കിത് സംബന്ധമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. മറ്റ് ഒരു കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് കൂടുതലായിട്ട് പറയാൻ നിലവിലെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇപ്പോഴത്തെ സർക്കാരിന്റെ എനിക്ക് അതേക്കുറിച്ച് ഇത്തരമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായ പ്രകടനത്തിലില്ല. കാരണം എനിക്കിതേ സംബന്ധിച്ച് യാതൊരു വിധമായ അറിയിപ്പും കോൺഗ്രസിന്റെ ഒരു തലങ്ങളിൽ നിന്നും ഹൈക്കമാൻഡിൽ നിന്നാട്ടെ ഒരു തലങ്ങളും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിതേ സംബന്ധിച്ച് 100% അജ്ഞനാണ്. സുധാകരന് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണിയും ശശി തരൂരും രമേശ് ചെന്നിത്തലയും നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനും സുധാകരനെ മാറ്റുമെന്ന ചർച്ചകളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ അധ്യക്ഷനെതിരെയുള്ള കെ മുരളീധരന്റെ പരിഹാസം കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെയുള്ള പരിഹാസമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സുധാകരൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് സംഘർഷം ഉണ്ടാകും കോൺഗ്രസിൽ. കോൺഗ്രസിൻ്റെ അകത്ത് ഗുരുതരമായ
പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പൊട്ടിത്തെറി ഉറപ്പ് ഇപ്പം തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന്. അപ്പോൾ വരാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേട്ട വാർത്തയനുസരിച്ച് മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ ആരും കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയണമെന്ന ആ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള പരിഹാസമായിട്ടാണ് അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുക.